ഇപ്പോൾ വളയാർ പെൺകുട്ടികളുടെ അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, ഈ കുറ്റപത്രത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. അതാണ് നമ്മൾ ഒരു അപ്രതീക്ഷിതമായി CBI ഒരു കുറ്റപത്രത്തിൽ കൂടുതൽ വിവരങ്ങൾ ചേർത്ത് അന്തിമ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ അമ്മയും അച്ഛനും പ്രതികളാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തു തോന്നുന്നു ഈ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വന്നത് കേട്ടപ്പോൾ? എന്ത് തോന്നാൻ സാറേ, 7 വർഷം കാത്തിരുന്നത് മക്കൾക്ക് നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അവസാനം അവർ യഥാർത്ഥ പ്രതികളിലെയൊക്കെ കളഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും പ്രതിയാണെന്നിപ്പോൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഞങ്ങളെ പ്രതി ചേർത്തതിൻ്റെ അടിസ്ഥാനം, എന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പ്രതിയിൽ അവർക്ക് പോകാൻ ഭയമുള്ളത് കൊണ്ടാണ് അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് ഇന്ന് മുന്നിൽ കൊണ്ടുവന്ന് നിൽക്കുന്നത്. അവരിതൊരു നാടകമായിട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്കിതിന് പറയാൻ പറ്റുന്നുള്ളൂ. താങ്കൾ കുടുംബം ഇടയ്ക്ക് തന്നെ ഈ CBI അന്വേഷണം ശരിയായ ദിശയിലല്ല, അവർ മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലല്ല എന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. തുടക്കത്തിൽ ഒരു സമയം വരെ CBI അന്വേഷണം തൃപ്തികരമാണെന്ന് തോന്നിയിരുന്നു. പിന്നീട് ശരിയായ ദിശയിലല്ല അന്വേഷണം പോകുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ വഴിക്ക്, അതായത് ഇങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അപ്പോൾ സൂചന ഉണ്ടായിരുന്നോ? അതിൽ നമുക്ക് CBI അന്വേഷണത്തിൽ തൃപ്തി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വന്ന CBI ഉമ്മ ഒരു തരത്തിലും നമ്മൾ പറയുന്ന വാക്കുകളൊന്നും അവർ ചെവിക്കൊണ്ടില്ലായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. മാത്രമല്ല, നമുക്ക് CBIനെ വിശ്വാസം വന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിക്ക് മുമ്പേ അനന്തകൃഷ്ണൻ CBI വന്ന സമയത്ത് അവർ വീട്ടിൽ കുറച്ച് ഡമ്മി പരിശോധന അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പം, അപ്പോൾ സോജൻ കേസ് അന്വേഷിച്ചത് ശരിയല്ല എന്ന് കോടതിക്കും സർക്കാരിനും ബോധ്യം വന്നതുകൊണ്ടാണ് അനന്തകൃഷ്ണൻ CBIനെ നമുക്ക് കേസ് അന്വേഷിക്കാൻ വെച്ച് തന്നത്. അതും അവരന്വേഷിച്ചപ്പോൾ നമ്മൾ വിശ്വസിച്ചു, പൂർണ്ണമായിട്ട് അവർ നല്ല രീതിയിൽ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചപ്പോഴാണ് അത് വീണ്ടും സോജൻ അന്വേഷിച്ച് അവർ മലയാളത്തിൽ എഴുതിയതിനെ ഇവർ ഇംഗ്ലീഷിൽ എഴുതി കോടതിയിൽ കൊണ്ട് കൊടുത്തു. അത് കോടതിക്ക് വരെ ബോധ്യമായി ഇവരുടെ അന്വേഷണം ശരിയല്ല എന്നുള്ളത്. അപ്പം നമ്മളും പറഞ്ഞു ഇവരുടെ അന്വേഷണത്തിൽ നമുക്ക് തൃപ്തിയല്ല നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും CBI ഉമ്മനെ കൊണ്ട് തന്നത്. അവരും ഇപ്പം എന്താ ചെയ്തത്, അവർ അനന്തകൃഷ്ണൻ അന്വേഷിച്ചതിൻ്റെ കാൽ ഭാഗം പോലും അന്വേഷിക്കാതെ സമരസമിതിക്ക് സംശയമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും ചെവിക്കൊള്ളാതെ ഞങ്ങൾക്ക് സംശയമുള്ള വ്യക്തികളെ പറഞ്ഞിട്ടും ചെവിക്കൊള്ളുന്നില്ല. അപ്പം നമുക്ക് സംശയമുള്ളത് പറഞ്ഞാൽ ജനുവരി 13 മൂത്ത മകൾ മരിച്ച ദിവസം വലിയ മധുവിന് എനിക്ക് സംശയമുണ്ട്, ഇവരിൽ നിന്ന് കുഞ്ഞിനെന്തോ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെന്നില്ല. അതായത് കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് കുഞ്ഞ് മരിക്കുന്നതിൻ്റെ മുന്നേ പീഡിപ്പിക്കപ്പെട്ട വിഷയം അച്ഛനും അമ്മയും അറിയുക എന്നാണ് പറഞ്ഞത്. ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പാടത്തും വഴിവരക്കത്ത് നിൽക്കേണ്ട ഒരു ഗതികേട് വരില്ലായിരുന്നു. അപ്പോൾ അതൊരിക്കലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ തരാത്തതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, മൂത്ത മകൾ മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷിച്ച് നമ്മൾ ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. അത് പോലീസുകാർ വിളിച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പോഴൊക്കെ അവർ ഓരോ കാരണം പറഞ്ഞത് എന്താ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കെമിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഒരു സാറ് സൈൻ ചെയ്യാനുണ്ട്, നാളെ വാ അല്ലെങ്കിൽ മറ്റന്നാ, ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടാമത്തെ മകൾ മരിക്കുന്നത് വരെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാതെ നമ്മളെ ചുറ്റിച്ചവർ. അവസാനം ഇളയ മകളും കൂടി മരിച്ചു കഴിഞ്ഞ ശേഷമാണ് 2 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അത് ഇവരെ പോലെയുള്ള ആൾക്കാരെ കൊണ്ട് വായിപ്പിച്ച് കേൾപ്പിച്ചപ്പോഴാണ് അറിയുന്നത് 2 മക്കളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഒരു പക്ഷേ മൂത്ത മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ ചോദിച്ചു പോയപ്പോൾ തന്നെ അവർ തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ രണ്ടാമത്തെ മകളെയും കൂടി നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ കേസ് വീണ്ടും വീണ്ടും അട്ടിമറിക്കപ്പെടണം എന്നുള്ളത് ഇപ്പോഴത്തെ CBIയും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അത് കാരണമാണ് അവരിപ്പോൾ നമ്മൾ പറഞ്ഞ രാജേഷ് മേനോനെ വക്കീലായിട്ട് നമുക്ക് നമ്മുടെ രാജേഷ് മേനോനെ മതി എന്ന് നമ്മൾ എത്ര പ്രാവശ്യമായി പറയുന്നു, പക്ഷെ അവർ തരുന്നില്ല. എന്തുകൊണ്ട്? സത്യസന്ധമായിട്ട് വക്കീൽ കേസ് അന്വേഷിക്കുന്നുള്ളൊരു ഭയമാണ് സർക്കാരും CBIക്കും ഉള്ളത് കൊണ്ടാണ് സർക്കാർ വക്കീലായിട്ട് നമുക്ക് രാജേഷ് മേനോനെ മതി എന്ന് പറഞ്ഞിട്ട് അവർ തരാത്തതിൻ്റെ കാരണം. അപ്പോൾ ഈ 2 വർഷമായിട്ടും ഞങ്ങൾ രാജേഷ് മേനോനെ മതി എന്ന് പറയുമ്പോൾ അവർ തരാത്തതിൻ്റെ കാരണം എന്താ, ഇപ്പോൾ ഏതോ ഒരു പുതിയൊരു വക്കീലിനെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഫൈൽസ് മാത്യൂസ് പറഞ്ഞ്. മൂപ്പര് ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണുമോ അല്ലെങ്കിൽ ഫോണിലൂടെയെങ്കിലും വിളിച്ചിട്ട് മക്കൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വക്കീലാണെങ്കിൽ നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഫോണിലൂടെയെങ്കിലും വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുമായിരുന്നു. പക്ഷേ മൂപ്പര് ഇതുവരെ അത് ചെയ്തിട്ടില്ല. ആരാണെന്ന് എനിക്ക് അറിയൂല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എങ്ങനെ അവരെ വിശ്വസിക്കാൻ പറ്റുക? ഈ ഫൈൽസ് മാത്യൂസ് പറയുന്ന വക്കീലിനെ എനിക്കറിയില്ല. മക്കളുടെ കേസ് അന്വേഷിക്കാൻ വന്ന വക്കീലാണെന്ന് പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ, എനിക്കറിയാൻ പാടില്ല.